ശാലി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ രുചികരമായതും അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതുമായ റവ ലഡുവിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ. റവ ലഡു ഉണ്ടാക്കുന്നതിന് വേണ്ടി 1 കപ്പ് റവയാണ് ഞാൻ എടുക്കുന്നത്. ഇതിനു വേണ്ടി വറുത്തതോ വറുക്കാത്തതോ ആയ റവ ഉപയോഗിക്കാം. തരിയോടുകൂടെയുള്ള റവയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ വലിപ്പത്തിലുള്ള തരിയുള്ള റവയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി ഒരു പാനിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് റവ എടുത്തതുകൊണ്ട് 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഈ പഞ്ചസാരയിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് റവയ്ക്ക് 1/2 കപ്പ് വെള്ളം എന്ന അളവിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ലഡുവിന് കളറ് കിട്ടുന്നതിന് വേണ്ടി വളരെ കുറച്ച് 2 നുള്ള മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് 1 നുള്ള് ഏലക്കാപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം ചേർക്കാൻ ശ്രമിക്കുക. ഒരുപാട് ആയിപ്പോയാൽ മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റ് ഉണ്ടാകും. മഞ്ഞൾപ്പൊടി ചേർത്തില്ലെങ്കിലും നമ്മുടെ ലഡുവിന് ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. കളർഫുള്ളായിട്ടിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തത്. പഞ്ചസാരയെല്ലാം നന്നായി അലിഞ്ഞിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഈ വെള്ളം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി റവ നെയ്യിൽ വറുത്തെടുക്കണം. 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന റവ ഇട്ട് കൊടുക്കാം. റവ കരിഞ്ഞു പോകാതെയാണ് വറുത്തെടുക്കേണ്ടത്. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കണം. റവയുടെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് വളരെ ചെറിയ തീയിൽ മാത്രം വറുത്തെടുത്താൽ മതി. നെയ്യും റവയും കൂടെ നന്നായിട്ട് മൂത്ത് നല്ല മണം വരും. അപ്പോഴാണ് ലഡുവിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. റവ നെയ്യിൽ കിടന്ന് നല്ല മൂത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാരയും ഏലക്കാപ്പൊടിയും മഞ്ഞളും ഒക്കെ ചേർത്ത വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം തണുത്തു പോകാതെ അടച്ചാണ് വെച്ചിരുന്നത്. നല്ല ചൂടുണ്ട് വെള്ളത്തിന്. റവയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്ത ശേഷം ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് വെള്ളം വറ്റിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ പെട്ടെന്ന് ഈ വെള്ളം വറ്റിക്കിട്ടും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം ഉണക്കമുന്തിരിയോ അണ്ടിപ്പരിപ്പോ ബദാമോ നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ചിരകിയ തേങ്ങ ഒരല്പം ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് 2 മിനിറ്റ് മൂടി വയ്ക്കാം. ഈ പാത്രം നല്ല ചൂടായതുകൊണ്ട് തണുക്കുന്നതിന് വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് ചൂടോട് കൂടി തന്നെയാണ് ഉരുട്ടിയെടുക്കേണ്ടത്. നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന അത്രയും ചൂടോടുകൂടെ ഉരുട്ടിയെടുക്കാം. ആവശ്യമെങ്കിൽ കയ്യിൽ അല്പം നെയ്യ് തടവിയതിന് ശേഷം ഉരുട്ടിയെടുക്കാം. ഇതുപോലെ വളരെ പെട്ടെന്ന് വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റവ ലഡു നല്ല ടേസ്റ്റോട് കൂടെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. റവ ലഡു ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഉറപ്പായും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണിത്. ഇതുപോലെ ലഡുവിൻ്റെ വലുപ്പത്തിലുള്ള ചെറിയ ഉരുളകളാക്കി എടുക്കാം.
അതിൻ്റെ പുറത്ത് ഞാൻ ബദാമിൻ്റെ ഒരു പീസാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിൽ ബദാമോ അണ്ടിപ്പരിപ്പോ ഉണക്കമുന്തിരിയോ എന്താണോ ഉള്ളത് അത് വെച്ച് ഇതുപോലെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. താങ്ക് യു.